പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് നമ്മൾ അടിച്ച് തകർത്തു. ഒരു തർക്കവുമില്ല. ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ തവിട് പൊടിയായി കിടക്കുകയാണ്. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ്റെ യുദ്ധതന്ത്രങ്ങൾ നമ്മൾ കാലേക്കുട്ടി മനസ്സിലാക്കി. അതായത് നമ്മുടെ ഇന്ത്യൻ ആർമിയിലെ വലിയ ബുദ്ധിവൈഭവമുള്ള ചില ഓഫീസർമാരെ നമ്മൾ പാകിസ്ഥാൻകാരാക്കി എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അവരുടെ മറുതന്ത്രം മനസ്സിലാക്കി. അങ്ങനത്തെ ഒരു വിദ്യ നമ്മുടെ സൈന്യം പ്രയോഗിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അതിനെന്തോ ഒരു പേരും ഒക്കെ ഉണ്ട് അല്ലേ? റെഡ് ടീം ആണ് ഇതിന്റെ പേര്. ഇത് നമ്മൾ റെഡ് ടീമിനെ ഉണ്ടാക്കി. അത് ഈ ശീതയുദ്ധകാലത്തൊക്കെ അമേരിക്കയിലൊക്കെ റെഡ് ടീമിംഗ് എന്ന് പറയും. അവരുടെ തന്ത്രങ്ങൾ സോവിയറ്റ് യൂണിയൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ പട്ടാളത്തിലിരുന്നിട്ട് ഒരു ടീം അങ്ങനെയൊക്കെ ഭാവിക്കുക, പ്രതികരിക്കുക, ഈ ആസൂത്രണം ചെയ്യുമല്ലോ നമ്മൾ ഓരോ ഓപ്പറേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ആ ആസൂത്രണ പ്രക്രിയയിൽ ഈ റെഡ് ടീമിംഗ് എന്ന് പറഞ്ഞാൽ റെഡ് ടീം എന്ന് പറഞ്ഞാൽ ആളുകളെ 5-6 വലിയ കമാൻഡർമാരായിരിക്കും, അവരെ കൂടി ഇരുത്തും. എന്നിട്ട് ഈ ആസൂത്രണ പ്രക്രിയ മുഴുവൻ ഇവരിപ്പുറത്തിരുന്ന് എതിർക്കും. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ശരിയല്ല, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഈ സോവിയറ്റ് യൂണിയന്റെ പക്ഷത്ത് നിന്ന് ബാധിക്കുന്ന പോലെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ്റെ ഓരോ പടിയിലും സോവിയറ്റ് യൂണിയൻ ഇങ്ങനെയൊക്കെ ചെയ്തേക്കാം എന്ന് തോന്നുമല്ലോ. യുദ്ധകാലത്ത് പാകിസ്ഥാന്റെ മനസ്സോടെ ചിന്തിക്കാൻ നമ്മൾ നമ്മുടെ കുറച്ച് ഓഫീസർമാരെ വെക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇത് ശീതയുദ്ധകാലത്ത് അവിടെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ശരിക്കും യുദ്ധം നടക്കുമ്പോൾ, യുദ്ധം നടക്കാത്ത സമയത്തും ചെയ്യാമല്ലോ, ശരിക്കും യുദ്ധം നടക്കുമ്പോൾ ആദ്യമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിലാണ് ഇത് ചെയ്തത്, റെഡ് ടീമിംഗ് എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ ഈ ക്രോസ് ബോർഡർ അതിർത്തി കടന്നുള്ള ഓപ്പറേഷനിലൊക്കെ എന്തൊക്കെ സംഭവിക്കാം എന്ന ഈ ആൻറ്റിസിപ്പേറ്ററി അപ്രോച്ച്, അതായത് മുൻകൂട്ടി കണ്ടിട്ട് നമ്മുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ള പരിപാടി നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ചെയ്തു. ശത്രുവിൻ്റെ മനസ്സറിയുന്നൊരു ചെറിയ ഗ്രൂപ്പിനെ കൂടി ആസൂത്രണ പ്രക്രിയയിൽ കൂട്ടിച്ചേർക്കുക, അതാണ് സംഭവിച്ചത്. അപ്പോൾ ആ പ്ലാനിനെ, ഇന്ത്യയുടെ പ്ലാനിനെ ഇവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റേ മിസൈൽ അയക്കും, കൊന്നുകളയും, ശരിപ്പെടുത്തും എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. ശത്രുവിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഇവർ ഭാവിക്കും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഈ മുനിർക്കിയൊക്കെ സംസാരിക്കുന്ന പോലെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചുട്ടുകളയും എന്നൊക്കെ പറഞ്ഞുള്ള വർത്താനമൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ സ്ട്രാറ്റജിയുടെ മൂല്യം, നമ്മുടെ തന്ത്രത്തിൻ്റെ മൂല്യം കൂട്ടും. ഒരു മൂല്യവർദ്ധന, വാല്യൂ അഡീഷൻ ഇതിൻ്റെ അകത്ത് നടക്കുന്നു. ഇത്തവണ 5 മുതിർന്ന ഓഫീസർമാരായിരുന്നു റെഡ് ടീമിൻ്റെ ഭാഗമായിരുന്നത്. ഓഫീസർമാരുടെ പേര് നമുക്കറിയില്ല. അവർ ഈ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്ന വിഭിന്നങ്ങളായ കമാൻഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന ആളുകളായിരുന്നു. അത്ര അറിയാം. അല്ലാതെ ഡൽഹിയിൽ തന്നെയുള്ള ആളുകളെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ടുള്ള പരിപാടിയല്ല. മിടുക്കന്മാരായ ആളുകൾ, ഇപ്പോൾ സദേൺ കമാൻഡിൽ ഒരാൾ കാണുമല്ലോ, അങ്ങനെ പല കമാൻഡുകളിൽ നിന്ന് ഉള്ള 5 പേരായിരുന്നു ഈ റെഡ് ടീമിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ യുദ്ധകാല അഭ്യാസങ്ങളിൽ നിന്ന് കാര്യങ്ങളൊക്കെ, പഴയകാല യുദ്ധങ്ങളൊക്കെ ഇവർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെയുള്ള വിവരങ്ങളും ഒക്കെ വെച്ചിട്ട് ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ടീമിനെതിരെ സാങ്കല്പിക ആക്രമണങ്ങൾ നടത്തുന്നത് പോലെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് റെഡ് ടീം അല്ലേ, മറ്റേത് ബ്ലൂ ടീം എന്ന് പറഞ്ഞിട്ട് പരസ്പരം തർക്കത്തിൽ ഏർപ്പെടുകയും ഒക്കെയാണ് ചെയ്യുക. ഇതിന് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ഇന്ത്യൻ ആർമിയിൽ ഇതിൻ്റെ പേര്, ഈ റെഡ് ടീമിൻ്റെ പേര് വിദുർ വക്ത എന്നായിരുന്നു. വിദുരരില്ലേ, പാണ്ഡവന്മാർക്ക് ആചാര്യനായിട്ട് ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്ന വിദുരർ, അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നും അദ്ദേഹം ചെയ്ത പ്രവൃത്തികളിൽ നിന്നുമാണ് വിദുർ വക്ത എന്ന് റെഡ് ടീം എന്നുള്ളതിന് പകരം നമ്മളെല്ലാം നമ്മുടേതാക്കി മാറ്റുമല്ലോ. അപ്പോൾ റെഡ് ടീം എന്നുള്ളതിന് പകരം വിദുർ വക്ത എന്നാണ് ഈ 5 പേരെ വിശേഷിപ്പിച്ചിരുന്നത്. അവർ ആണ് ഇതിനെ രക്ഷിച്ചെടുക്കുക തന്ത്രത്തിന് എന്നുള്ളതുകൊണ്ട്. പല കാലങ്ങളായിട്ട് നമ്മൾ റെഡ് ടീം വേണമെന്ന് ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അത് ഇത്തവണ നമ്മൾ നടപ്പാക്കി.
ആർമി കമാൻഡുകളിലൊക്കെ ഇപ്പോൾ പലതരത്തിൽ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പാഠങ്ങളൊക്കെ ഇത്തരം പരിശീലനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ആണ് ഇത്തവണ നമ്മൾ ഈ ഓപ്പറേഷൻ റിഫൈൻ ചെയ്തത് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടിയൊക്കെ മിനുക്കിയെടുത്തു നമ്മൾ നമ്മുടെ ഓപ്പറേഷനുകൾ. 2024 ആർമി കമാൻഡർമാരുടെ ഒരു കോൺഫറൻസ് നടന്നിരുന്നു, മേധാവിമാരുടെ. ആ കോൺഫറൻസിൽ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇത്തരം രീതികൾ നമ്മൾ അവലംബിക്കുന്നത്. അപ്പോൾ ഓഫീസർമാർക്ക് 15 ഓഫീസർമാരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് പ്രത്യേക പരിശീലനം കൊടുത്തു, ഈ റെഡ് ടീം ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടുത്ത 2 വർഷത്തേക്കുള്ള നമ്മുടെ വിദുർവക്ത റെഡിയാണിപ്പോൾ. 2 കൊല്ലത്തേക്ക് ഇവരായിരിക്കും ഈ 5 പേര് അല്ലെങ്കിൽ ഒരു 15 പേരുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറി മാറി ആളുകളെ എടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ വേറെ ആളുകൾ റെഡ് ടീമിലേക്ക് വരും. അപ്പോൾ നമ്മുടെ പട്ടാളത്തിൻ്റെ അകത്തൊരു ഇൻ ഹൗസ് എക്സ്പെർട്ടീസ് അല്ലേ, പട്ടാളത്തിൻ്റെ അകത്ത് തന്നെ ഇതിനെപ്പറ്റി പാണ്ഡിത്യമുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ വക കാര്യങ്ങൾക്ക് വിദേശ പരിശീലകരെ ആശ്രയിച്ചിരുന്നു പലപ്പോഴും. ഇനി നമുക്ക് വിദേശ പരിശീലനമൊന്നും വേണ്ട, നമുക്ക് നമ്മുടേതായ ആളുകൾ മതി എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. 2024 മെയ്യിൽ നമ്മുടെ ആർമി സാധ്യതാ പഠനം നടത്തിയിരുന്നു ഇതിനെപ്പറ്റി. എന്നിട്ട് അങ്ങനെയാണ് ഒരു ആഡ്വെർസോറിയൽ, അതായത് ശത്രുസേനയെ പോലെ ഒരു സേനയെ കൂടി നമ്മൾ ഉണ്ടാക്കുക എന്ന്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുക എന്ന് തീരുമാനിച്ചത്. സാധാരണ അങ്ങനെ ഉള്ള സേനയ്ക്ക് OP4 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ ഫോഴ്സ്. OP4 എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലുമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ റെഡ് 4 എന്ന് പറഞ്ഞാൽ, അതായത് റെഡ് ടീം, അതും ഈ O4ഉം തമ്മിൽ വ്യത്യാസമുണ്ട്. ആർമിക്ക് റെഡ് 4 ഷിംല ട്രെയിനിങ് ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ട്. ഈ റെഡ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് ഉണ്ട്. അതും OF4ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഷിംലയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഫോഴ്സിന് ട്രാക്ക് എന്ന് പറയും. അത് കടലാസും കളിമണ്ണും ഒക്കെ വെച്ചിട്ട് ശരിക്കും ഒരു പയറ്റ് തന്നെ നടത്തുന്ന പരിപാടിയാണ് ഷിംലയിലെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ഫോഴ്സിനെ കൂടി ഉണ്ടാക്കിയിട്ട് ഒരു നിഴൽ യുദ്ധം പോലെ നടക്കുന്നുണ്ട് അവിടെ. പക്ഷെ ഈ റെഡ് ടീമിങ്ങിൽ അങ്ങനെയില്ല. ഈ സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ള പരിപാടി, എതിർ വശത്തെ സ്ട്രാറ്റജി എന്താണെന്ന് പറയുകയാണ്. അപ്പോൾ റെഡ് 4 എന്ന് പറയുന്നത് ശത്രുതന്ത്രങ്ങൾ ഭാവിക്കുകയാണ്. അതിൻ്റെ അകത്ത് കളിമണ്ണും കടലാസും വെച്ചിട്ടുള്ള പയറ്റൊന്നും ഇല്ല. അതിൽ പരിശീലന സമയത്ത് ശത്രുതന്ത്രങ്ങൾ ഭാവിക്കുന്ന കുറച്ച് പേരുണ്ടാവും. റെഡ് ടീം സ്വന്തം പ്ലാൻ തന്നെയാണ് പഠിക്കുന്നത്, ശത്രുവിനെ എങ്ങനെ ആഘാതം ഉണ്ടാക്കാം എന്നുള്ളതാണ് ആ പഠനത്തിൽ വരുന്നത്. ഓരോ ചുവടും വയ്ക്കുമ്പോൾ ശത്രുവിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നിവ ഈ റെഡ് ടീം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അത്. നമ്മളീ പറയുമ്പോൾ യുദ്ധം എന്ന് പറയുന്നത് വളരെ വിനാശകരമായ ഒരു കാര്യമാണ്. യുദ്ധത്തിൻ്റെ കെടുതികളും ഒന്നും അനുഭവിക്കാത്ത കേരളത്തിലെ പോലെയുള്ള ആളുകൾക്ക് അതൊരു വീഡിയോ ഗെയിം കാണുന്ന പോലെ രസകരമായൊരു കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും യുദ്ധം അത്ര എളുപ്പത്തിലുള്ളൊരു കാര്യമല്ല. യുദ്ധം ഒരു മാർഷ്യൽ ആർട്ടൊന്നുമല്ല. പക്ഷേ അതിനൊരു യുദ്ധത്തിന് പിന്നിൽ ഒരു കലയുണ്ട് അല്ലേ, അത് പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ആളുകൾ ഈ ആയുധങ്ങൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നത് മാത്രമാണ് യുദ്ധം. അതല്ല. ഇപ്പൊ കോളേജ് ഓഫ് വാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മധ്യപ്രദേശിലെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ, അതിൽ നിന്ന് MHOW എടുത്തിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കോളേജ് ഓഫ് വാർ ഉണ്ട്. ഓഫീസർമാരെയൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് തിയറി. അത് കഴിഞ്ഞിട്ടാണല്ലോ മറ്റേ സംഗതി. യുദ്ധത്തിന് അതിൻ്റെതായ സിദ്ധാന്തവും കാര്യങ്ങളും ഒക്കെ അല്ല, അതൊരു ഇറ്റ്സ് ആൻ ആർട്ട്, ഒരു സ്കില്ലുള്ള ഒരു ആർട്ട് കൂടിയാണ്, ഒരു കലയോടിയാണ്. എങ്ങനെ നമുക്ക് പരമാവധി ഡാമേജ് കുറച്ച് എതിരാളിക്ക് പരമാവധി ഡാമേജ് ഉണ്ടാക്കാം എന്നതാണല്ലോ. ഇറ്റ്സ് എ പ്ലാൻ, ഇറ്റ്സ് ആൻ ആർട്ട്, ഇറ്റ്സ് എ സ്കിൽ അല്ലേ. ഈ കോളേജ് ഓഫ് വാറിൽ ഞാൻ കുറച്ച് ദിവസം പഠിച്ചിട്ടുണ്ട്. കോളേജ് ഓഫ് കോമ്പാറ്റ് എന്ന് പറഞ്ഞ പേരുണ്ടായിരുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തകരെ കൊണ്ടുവന്ന സ്കീമിൽ. അപ്പോൾ അതിൻ്റെ അകത്ത്
ഇതൊക്കെ തിയറിയായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ആദ്യമായി ഇങ്ങനൊരു സംഗതി ചെയ്തു, റെഡ് ടീമിങ്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.